സന്നിധി മതി എൻ ദൈവമേ, നിൻ സാന്നിധ്യം മതി ഈ ഏഴയ്ക്ക്. നിൻ ദിവ്യകൃപകളാ ജീവിപ്പാൻ നിന്നാത്മശക്തി പകരൂ നാഥാ. നിന്നാശിഷം ചൊരിയുക എന്നിൽ, നിന്നാശിഷം ചൊരിയുക എന്നിൽ. കേൾപ്പിക്കുക നിൻ സ്വർഗീയനാദം. ദൈവത്തിന്റെ വിലയേറിയ നാമത്തിൽ എല്ലാ സ്നേഹിതർക്കും സ്നേഹവന്ദനം. ഈ ദിവസത്തിലെ വചനചിന്തയ്ക്കായി റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം 18-ാം വാക്യം വായിക്കുന്നു. നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോടും സമാധാനമായിരിക്കുവിൻ. സമാധാനം ലഭിക്കണമെന്ന് നാം എല്ലാവരും ആഗ്രഹിക്കുന്നു. എന്നാൽ സമാധാനം കൊടുത്താലേ സമാധാനം ലഭിക്കൂ. ഇത് വളരെ ചിലവുള്ളതും ബുദ്ധിമുട്ടുള്ളതുമാണ്. സമാധാനം കൊടുത്തു വേണം നാം സമാധാനം പ്രാപിക്കുവാൻ. സമാധാനം ലഭിക്കുവാൻ ഒന്നാമതായി നമുക്കുണ്ടായിരിക്കേണ്ട ഒരു സ്വഭാവ ഗുണമാണ് ക്ഷമ എന്നുള്ളത്. ക്ഷമിക്കുവാൻ പഠിച്ചാലേ മനസ്സിന് സ്വസ്ഥത അനുഭവിക്കുവാൻ സാധിക്കൂ. അല്ലെങ്കിൽ മനസ്സിന് നിരന്തരം ഇടർച്ചയുണ്ടാക്കുന്ന പ്രതികാര ചിന്ത നമ്മിൽ ഉയർന്നു വരും. അതുമൂലം നമ്മുടെ സമാധാനം നഷ്ടമാകുകയും ചെയ്യും. പലപ്പോഴും നമ്മുടെ സമാധാനം നഷ്ടമാകുന്നത് നമ്മുടെ ക്ഷമയില്ലായ്മ കൊണ്ടാണ്. ക്ഷമിക്കുന്നവർക്കേ ചിരിക്കാനാവൂ എന്ന് പറയാറുണ്ട്. നമ്മോട് ക്ഷമിച്ചോ എന്ന് നാം ചിന്തിക്കേണ്ടതില്ല. ഈ മനോഭാവത്തോടെ മറ്റുള്ളവർക്ക് നാം സമാധാനം നൽകുകയാണ് ചെയ്യേണ്ടത്. ഇതിന് മറ്റ് ചിലവുകൾ ഒന്നും തന്നെയില്ല, മനസ്സൊരുക്കം മാത്രം മതി. പ്രിയ സഹോദരങ്ങളെ, സമാധാനം എന്നത് പ്രശ്നങ്ങളൊന്നുമില്ലാത്ത അവസ്ഥയല്ല. ആ ചിന്ത തെറ്റാണ്. ദൈവത്തിൽ ആശ്രയിച്ച് സമചിത്തതയോടുകൂടി ജീവിത സാഹചര്യങ്ങളെ നേരിടുന്ന സ്വഭാവമാണത്. അതാണ് നാം ഉണ്ടാക്കിയെടുക്കേണ്ടത്. ദൈവത്തിന്റെ സാന്നിധ്യമാണ് ഇതിന് നമുക്ക് ശക്തി നൽകുന്നത്. നാം വചനത്തിൽ ഇങ്ങനെ കാണുന്നുവല്ലോ, പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അതിലെ വെള്ളം ഇരച്ചു കലങ്ങിയാലും നാം ഭയപ്പെടേണ്ടതില്ല, കാരണം ദൈവം അതിന്റെ മധ്യേ ഉണ്ട്. അതേ പ്രിയരെ, നമ്മുടെ ജീവിതത്തിന്റെ ഏത് അസമാധാനം നിറഞ്ഞ പാതയിലും നാം ഒറ്റയ്ക്കല്ല. സമാധാന പ്രഭുവായ ദൈവം നമ്മോട് കൂടെയുണ്ട്. അവിടുന്ന് നൽകുന്ന ദിവ്യ സമാധാനത്താൽ നമുക്ക് ഏത് പ്രതിസന്ധികളെയും അതിജീവിക്കുവാൻ സാധിക്കും. മാത്രമല്ല, ദൈവമക്കൾ എന്ന നിലയിൽ ഈ ദിവ്യ സമാധാനം മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കാനും സാധിക്കും. നമ്മുടെ കർത്താവ് ഇങ്ങനെ പറഞ്ഞു, സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. നമുക്ക് പ്രാർത്ഥിക്കാം. സർവാശ്വാസത്തിന്റെയും ഉടയവനായ സ്വർഗീയ പിതാവേ, അങ്ങയുടെ പുത്രനായ യേശുക്രിസ്തുവിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച ദിവ്യ സമാധാനത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ലോകം തരാത്ത സമാധാനം അങ്ങ് ഞങ്ങൾക്ക് നൽകിയല്ലോ. ഈ അസമാധാനം നിറഞ്ഞ ലോകത്ത് ഞങ്ങൾ ജീവിക്കുമ്പോൾ അങ്ങ് നൽകിയ സമാധാനത്താൽ നിറയപ്പെട്ട് മറ്റുള്ളവർക്കും സമാധാനം നൽകിക്കൊണ്ട് അങ്ങനെ സമാധാനം ഉണ്ടാക്കുന്നവരായി ദൈവത്തിന്റെ മക്കൾ എന്ന പേരിന് അർഹരായി ജീവിപ്പാൻ ഞങ്ങൾ എല്ലാവരെയും അങ്ങ് സഹായിക്കണമേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. ആമേൻ. ആത്മനാഥന്റെ സ്നേഹവചനങ്ങൾ നിത്യവും ശ്രവിപ്പാൻ സ്വർഗീയനാദം, ദ ഹെവൻലി വോയിസ്